പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 10-ാം അധ്യായം 38-ാമത്തെ വാക്യം. പിതാവായ ദൈവം യേശുവിനെ പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തു. പുതിയ നിയമത്തിലെ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ് അഭിഷേകം. അഭിഷേകത്തെക്കുറിച്ച് നിരവധി അനവധി വാക്യങ്ങൾ പുതിയ നിയമ തലത്തിൽ കിടപ്പുണ്ട്. അഭിഷേകം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും നിറയപ്പെടുന്നതാണ് അഭിഷേകം, അനോയിന്റ് ചെയ്യപ്പെടുക. ദൈവം പണ്ട് ഭാഗമായി വിവിധമായി പ്രവാചകന്മാർ മുഖാന്തരം അരുളി ചെയ്തിട്ട് ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം. അപ്പം യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് സ്വർഗീയ മഹിമകൾ വെടിഞ്ഞ് വേഷത്തിൽ മനുഷ്യനായി ഈ ഭൂമിയിലേക്ക് വന്നത് പിതാവാം ദൈവത്തിൻ്റെ ഹിതം നിവർത്തിക്കേണ്ടതിനാണ്. അതുകൊണ്ടാണ് യേശു തന്നെ തൻ്റെ പരസ്യ ശുശ്രൂഷ വേളയിൽ പറയുന്നു, ഞാൻ എന്നെ അയച്ചവൻ്റെ ഇഷ്ടം ഞാൻ ചെയ്യുന്നു. ദൈവ ഇഷ്ടം ചെയ്യാനാണ് ദൈവം നിനക്ക് അഭിഷേകം തന്നിരിക്കുന്നത്. ഒരുപക്ഷെ ദൈവം നിന്നെ ഏൽപ്പിച്ച ശുശ്രൂഷയിൽ ദൈവഹിതത്തിനൊത്തവണ്ണം നിൽക്കാൻ നിന്നെ അനുവദിക്കാതെ സാമ്പത്തികമായും ശാരീരികമായും മാനസികമായും പല നിലയിലുള്ള പ്രതിസന്ധികൾ നിന്നെ വേട്ടയാടുന്നെങ്കിൽ ഇത് അവസാനിപ്പിക്കാം, അല്ലെങ്കിൽ ഈ ശുശ്രൂഷയിന് വേണ്ടെന്ന് വയ്ക്കാം, മറ്റ് ഏതെങ്കിലും ജോലി മേഖലയിലേക്ക് തിരിയാം എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ നിന്റെ മേൽ പകരപ്പെട്ട അഭിഷേകത്തിന്റെ വലിപ്പം, അധികാരം നീ അറിയാത്തത് കൊണ്ടാണ്. 750 കൊല്ലം കൊണ്ട് ഗലീല ദേശത്തെ ഭരിക്കുന്ന ഒരു ഇരുളിന്റെ ശക്തിയുണ്ട്. യെശയ്യാപ്രവചനം 9-ാം അധ്യായം 1-ാം വാക്യം, മത്തായി സുവിശേഷം 4-ാം അധ്യായം 14-15 വാക്യം. ഈ വേദഭാഗങ്ങൾ ചിന്തിക്കുമ്പോൾ ഗലീല ദേശം 750 കൊല്ലം കൊണ്ട് ഇരുട്ടിൻ്റെ അകത്ത് കെട്ടപ്പെട്ട് ഒതുക്കപ്പെട്ട് മൂടപ്പെട്ട് കിടക്കുകയാണ്. ആ ഗലീല ദേശത്തിലേക്കാണ് യേശു ആത്മശക്തിയോടെ കടന്നു ചെല്ലുന്നത്. ലൂക്കോസ് 4-ാം അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യം. പിതാവായ ദൈവം തന്നെ ഏൽപ്പിച്ചൊരു വലിയ ദൗത്യമുണ്ട്. ആ ദൗത്യം നിറവേറാതിരിക്കാൻ പിശാച് ഡയറക്റ്റ് യേശുവിനെ എതിർക്കുന്നുണ്ട്. അതാണ് ലൂക്കോസ് 4:1. പിന്നീട് അങ്ങോട്ട് കാണുന്നത് പല രാജാക്കന്മാരെയും പല അധിപതികളെയും പല ആളുകളെയും, എന്തിന് സ്വന്തം ജനത്തെ പോലും യേശുവിനെ തകർക്കേണ്ടതിന് പിശാച് എഴുന്നേൽപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. ഓരോ പ്രഭാതവും ഉണരുമ്പോൾ പിശാചിന്റെ ലക്ഷ്യം യേശുവിൻ്റെ മിനിസ്ട്രിയെ തടയുക, യേശുവിനെ പിതാവ് ഏൽപ്പിച്ച ശുശ്രൂഷയെ ബ്ലോക്ക് ചെയ്യുക. ഇന്ന് ഈ പകൽ ഞാൻ ദൈവജനത്തോട് പറയാം, ദൈവം നിന്നെ ഏൽപ്പിച്ച ശുശ്രൂഷയെ ഒരു പരിധിക്കപ്പുറം ഉയരരുത്. ഒരു പരിധിക്കപ്പുറം നിന്റെ ശുശ്രൂഷ ജനങ്ങൾക്ക് ആത്മീയ ഗുണം ചെയ്യരുത് എന്ന് പറഞ്ഞ് ചുറ്റുപാട് നിൽക്കുന്നവരോ അല്ലെങ്കിൽ ദൂരത്തുള്ളവരോ അല്ലെങ്കിൽ ചാരത്തുള്ളവരോ നിനക്ക് വിരോധമായി, നിന്റെ മാനസികമായോ അല്ലെങ്കിൽ നിനക്ക് വിരോധമായി ചില ദുഷ്വർത്തമാനങ്ങൾ പറഞ്ഞോ നിന്നെ തകർത്ത് കളയാൻ എഴുന്നേറ്റ് വരുമ്പോൾ നീ അറിയണം, നിന്റെ അകത്ത് ഒരു അഭിഷേകമുണ്ടെന്ന്. ഉയരത്തിലെ ദൈവം നിന്റെ മേൽ പകരപ്പെട്ട ആ അഭിഷേകം നിന്റെ അകത്തുള്ളിടത്തോളം കാലം നിന്നെ ഒതുക്കി ഒരു മൂലയ്ക്കോ ഒരു ഇരുട്ടിനോ അകത്താക്കാൻ ഒരു ശക്തിക്കോ ഒരു വ്യക്തിക്കോ കഴിയത്തില്ല. യേശു ആത്മശക്തിയോടെ ഗലീലയിൽ ചെന്നു. അവിടെ ചെന്ന് യേശു തന്നെ വെളിപ്പെടുത്തുന്നു, തൻ്റെ ശുശ്രൂഷ വെളിപ്പെടുത്തുന്നു. സ്തോത്രം. ചരിത്രപരമായ ആ ദൈവിക വചസ്സുകൾ നമുക്ക് ഹൃദിസ്ഥമായതുകൊണ്ട് ഈ ഒരു ഷോർട്ട് മെസ്സേജിൽ ഞാൻ അധികം വചനങ്ങൾ പറയാതെ ആ സംഭവങ്ങൾ മാത്രം ഒന്ന് ഊന്നി പറയാൻ ആഗ്രഹിക്കുന്നു. പിന്നീട് ചരിത്രം കാണുന്നത് മർക്കോസിന്റെ മാളിക മുറിയിൽ 120 പേര് പരിശുദ്ധാത്മാവിൻ്റെ പ്രാവണത്തിന് വേണ്ടി കാത്തിരിക്കുമ്പോൾ, ആമേൻ, അതിനകത്ത് 12 ശിഷ്യന്മാരുണ്ട്. ആ 12 ശിഷ്യന്മാരിൽ 7 ശിഷ്യന്മാർ ഗലീല ദേശത്തു നിന്നും യേശുവിനാൽ എഴുന്നേൽക്കപ്പെട്ടവരാണ്. എന്ന് പറഞ്ഞാൽ നിന്റെ മേൽ എന്തിനാണ് ദൈവം അഭിഷേകം പകർന്നിരിക്കുന്നത്? പിശാചിനാൽ തളയ്ക്കപ്പെട്ട് കിടക്കുന്ന
മനുഷ്യനാൽ ഒതുക്കപ്പെട്ട് കിടക്കുന്ന ചിലതിനെ ദൈവിക പദ്ധതിക്കകത്ത് കൊണ്ടുവരാനല്ലേ ദൈവം നിന്നെ അഭിഷേകം ചെയ്തത്? സ്വത്രം. ആ പ്രാർത്ഥനയിൽ, ആ ഉപവാസത്തിലിരിക്കുമ്പോൾ ചില ദൈവദാസന്മാർ നിന്നോട് ശക്തമായി പറഞ്ഞതല്ലേ, നിന്നിലൂടെ ചില തലമുറകൾ പുറത്തു വരും. നിന്റെ കൈവെപ്പിലൂടെ, നിന്റെ ശുശ്രൂഷയിലൂടെ, നിന്റെ പ്രാർത്ഥനയിലൂടെ ചിലർ പുറത്തു വരുമെന്ന് നിന്നോട് ശക്തമായി ആലോചന പറഞ്ഞിരിക്കെ നീ അത് മനസ്സിലാക്കുന്നില്ല. നിനക്ക് ചുറ്റുമുണ്ടാകുന്ന ചില പ്രതിസന്ധികളിൽ, ചില പ്രശ്നങ്ങളിൽ നീ മാനസികമായി തകർന്ന് എന്ത് ചെയ്യണമെന്നറിയാതിരിക്കുമ്പോൾ ഇന്ന് നീ അറിയണം, നിന്റെ തലമേൽ ഒഴിക്കപ്പെട്ട അഭിഷേകത്തിന് ചില കെട്ടുകളെ പൊട്ടിച്ച് ചില തലമുറകളെ, ചില ദൈവ കുഞ്ഞുങ്ങളെ പുറത്തു കൊണ്ടുവരാൻ നിന്റെ അഭിഷേകത്തിന് കഴിയുമെന്ന്. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയരെ, അഭിഷേകത്തിന് വലിയ പ്രാധാന്യമുണ്ട്, അഭിഷേകത്തിനൊരു അധികാരമുണ്ട്. ആമേൻ, സ്തോത്രം. അത് ചെയ്യുവാൻ, ആ അഭിഷേകത്തിന്റെ ശുശ്രൂഷ ചെയ്യുവാൻ ദൈവം നിന്നെക്കുറിച്ച് ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. സ്തോത്രം ചെയ്യുന്നു. ഒന്ന് ഓർത്ത് നോക്കി, 750 കൊല്ലം കൊണ്ട് ഒരു ദേശത്തെ ഭരിക്കുന്ന ഇരുളിനെ വെട്ടിമാറ്റിക്കൊണ്ട് അതിനകത്ത് കിടക്കുന്ന ചില തലമുറകളെ ദൈവം പുറത്തു കൊണ്ടുവരികയാണ്. ഹല്ലേലൂയ. ആ ഒരു അഭിഷേകത്തിന്റെ പദ്ധതിക്ക് വേണ്ടി, നിന്റെ മേൽ കിടക്കുന്ന അഭിഷേകത്തിന്റെ പദ്ധതിക്ക് വേണ്ടി നീ ഉണരുക. നീ തിരിച്ചറിയേണ്ടത് നിന്റെ മേൽ പകരപ്പെട്ടിരിക്കുന്ന അഭിഷേകത്തിന്റെ ശക്തിയും വലിപ്പവുമാണ്. അതറിഞ്ഞാൽ നീ തകർന്നു പോകില്ല, നീ പരാജയപ്പെട്ടു പോകത്തില്ല. 2025 ആണ്ട് അവസാനിക്കുന്ന ഈ മാസങ്ങളിൽ നീ ഉണരണം. നിന്റെ അഭിഷേകത്തിന്റെ വലിപ്പമറിഞ്ഞ് നീ പുറത്തു വരണം, ദൈവകരങ്ങളിൽ പ്രയോജനപ്പെടേണ്ടതിന്. ഗോഡ് ബ്ലസ് യു. കർത്താവ് നിങ്ങളെ